സ്വാശ്രയ മെഡിക്കൽ പ്രവേശന വിവാദത്തിൽ സർക്കാരിനെതിരെ മുസ്ലിം ലീഗ്. എല്ലാ മാനേജ്മെന്റുകളോടും സർക്കാർ ഒരേ നിലപാട് സ്വീകരിക്കണമെന്ന് KPA മജീദ്. ഫീസ് നിർണയത്തിൽ സർക്കാർ വിവേചനം കാണിച്ചു. മുസ്ലിം സംഘടനകളുടെ പരാതി സർക്കാരിനെ അറിയിക്കുമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. പാർട്ടി പുനഃസംഘടനയെ ചൊല്ലി KPCCയിൽ തർക്കം രൂക്ഷമാകുന്നു. ഭാരവാഹി പട്ടിക ഉടൻ കൈമാറണമെന്ന് DCCകൾക്ക് VM സുധീരന്റെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന വേണ്ട എന്ന നിലപാടിൽ ഉറച്ച് AI ഗ്രൂപ്പുകൾ. UDFനും BJPക്കുമെതിരെ നിലപാടെടുക്കുന്നവരുമായി പ്രാദേശിക തലത്തിൽ ധാരണയുണ്ടാക്കുമെന്ന് LDF. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനില്ലെന്ന് NSS. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ചർച്ച നടത്താൻ തയ്യാറല്ലെന്നും G. സുകുമാരൻ നായർ. SNDP രൂപീകരിക്കുന്ന പാർട്ടിയുമായി സഹകരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് യോഗക്ഷേമ സഭ. വർഗീയത മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചെന്ന് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് ബാവ. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. 20 ലക്ഷം തീർത്ഥാടകർ ഹജ്ജിനെത്തുമെന്ന് പ്രതീക്ഷ. അറഫ സംഗമം ബുധനാഴ്ച. ബലികർമ്മത്തിനുള്ള 4.5 ലക്ഷം കൂപ്പണുകൾ വിറ്റഴിഞ്ഞതായി ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക്. സ്വാശ്രയത്തിലെ സർക്കാർ ഇരട്ടത്താപ്പ്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം 50-50 അനുപാതത്തിൽ നടത്തണം എന്ന് മുസ്ലിം സംഘടനകൾ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗത്തിലാണ് ഈ അഭിപ്രായം ഉയർന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന മെഡിക്കൽ കോളേജുകൾക്ക് കൂടുതൽ ഫീസ് വാങ്ങാൻ സർക്കാർ സൗകര്യമൊരുക്കിയെന്ന വിമർശവുമായി മുസ്ലിം ലീഗ് ഇന്ന് രംഗത്തെത്തി. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ കരാറിന് തയ്യാറാകാതിരുന്നപ്പോഴും തങ്ങൾ പകുതി സീറ്റിൽ സർക്കാർ ഫീസ് മാത്രം വാങ്ങി പ്രവേശനം നൽകിയിരുന്ന കാര്യം MES പ്രതിനിധികൾ യോഗത്തിൽ പറഞ്ഞു. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി ഉയർന്ന ഫീസിൽ കരാറുണ്ടാക്കിയ സർക്കാർ മുസ്ലിം മാനേജ്മെന്റുകളോട് സമാന കരാറിന് തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധം യോഗത്തിലുണ്ടായി. 50-50 അനുപാതത്തിൽ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്വാശ്രയ ഫീസ് നിശ്ചയിച്ചതിൽ സർക്കാർ വിവേചനം കാണിച്ചുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. എല്ലാ മാനേജ്മെന്റിനോടും ഒരേ സമീപനം, അതേ സമയത്ത് 50-50 എന്നുള്ള അടിസ്ഥാന നിലപാടിന് വ്യത്യാസം വരുത്താൻ പാടില്ല. അതാണ് ലീഗ് നിലപാട്. മുസ്ലിം മാനേജ്മെന്റുകൾ ന്യൂനപക്ഷ പദവി ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ നടപടി തുടരുമെന്ന് യോഗശേഷം ന്യൂനപക്ഷ കമ്മീഷൻ അറിയിച്ചു. ഫീസിന്റെ കാര്യത്തിൽ വിവേചനമുണ്ടായെന്ന മുസ്ലിം സംഘടനകളുടെ പരാതി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും കമ്മീഷൻ തീരുമാനിച്ചു. രണ്ട് മാനേജ്മെന്റുകളോടും ഒരേ സമീപനമാണ് ഒരു മതേതര സർക്കാർ സ്വീകരിക്കേണ്ടത്. മീഡിയ 1 കോഴിക്കോട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്നിന്റെ അതിഥികളായി എത്തിയിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ O. അബ്ദുറഹ്മാൻ കോഴിക്കോട്ട് നിന്ന്, MESന്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുജീബ് മലപ്പുറം ബ്യൂറോയിൽ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ തിരുവനന്തപുരം ബ്യൂറോയിൽ, MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടാകും. ഒപ്പം തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M. വീരാൻകുട്ടി ടെലിഫോൺ ലൈനിൽ ഉണ്ടാകും. ഒപ്പം ഫെഡറേഷൻ ഓഫ് കേരള ക്രിസ്ത്യൻ പ്രൊഫഷണൽ കോളേജ് മാനേജ്മെന്റിലെ ഡോക്ടർ ജോർജ് പോളും ടെലിഫോൺ ലൈനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ O. അബ്ദുറഹ്മാൻ, പ്രധാനമായി 2 വിഷയങ്ങളാണ് സ്വാശ്രയ പ്രശ്നത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഒന്ന്, സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ ഫീസ് ഘടന നിർണ്ണയിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളോട് സർക്കാർ കാണിക്കുന്ന അനുഭാവപൂർണമായ നിലപാടും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വിവേചനം ഒരു ഭാഗത്ത്. രണ്ടാമതായി, എങ്ങനെയാണ് ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റുകളിൽ കൂടുതൽ പേരും ന്യൂനപക്ഷ പദവി ദുരുപയോഗം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഈ 2 കാര്യങ്ങളിലും താങ്കളുടെ നിരീക്ഷണം എന്താണ്? ആദ്യത്തെ കാര്യത്തിൽ, അതായത് രണ്ട് മാനേജ്മെന്റുകളോട് 2 തരം സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എന്ന പരാതി കഴമ്പുള്ളതാണ്. നേരത്തെ തന്നെ സർക്കാർ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെയും മുസ്ലിം മാനേജ്മെന്റുകളെയും എല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ അവരോട് ചർച്ച ചെയ്ത് യോജിച്ച ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ടോ ഗവൺമെന്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായിട്ട് മാത്രം ചർച്ച നടത്തി കരാറിൽ ഒപ്പിട്ടു. മുസ്ലിം മാനേജ്മെന്റ്, പ്രത്യേകിച്ച് MES, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സർക്കാരിനോട് സഹകരിക്കുന്ന ഒരു ഏജൻസിയായിട്ട് എല്ലാ ഘട്ടത്തിലും അവർ സർക്കാരിനോട് സഹകരിച്ചിട്ടുണ്ട്. 50-50 ഫോർമുല നടപ്പാക്കിയിട്ടുണ്ട്. ഇക്കൊല്ലം മാത്രം അതിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞ കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി വേറെ കരാർ ഒപ്പിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ വിവേചനത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. അതിൽ കഴമ്പുണ്ട് എന്നാണ് വസ്തുത. ഇന്ന് സംഘടനയുടെ ചർച്ചയിൽ വളരെയധികം മുന്തിയുന്ന അല്ലെങ്കിൽ വളരെയധികം സമയം അപഹരിച്ച വിഷയവും ഇത് തന്നെ. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും ഏതായാലും മുസ്ലിം മാനേജ്മെന്റുകളായാലും ശരി, ക്രിസ്ത്യൻ മാനേജ്മെന്റുകളായാലും ശരി, ഈ
ന്യൂനപക്ഷ പദവി എന്നുള്ളത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന പരാതിക്ക് അടിസ്ഥാനമുണ്ട്. പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവർ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും കഴിവ് തെളിയിച്ചവരാണെങ്കിലും റാങ്ക് ലിസ്റ്റിലുള്ളവരാണെങ്കിലും അവർ അവഗണിക്കപ്പെടുകയും പണത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സമ്പ്രദായം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ആ വിഷയത്തിലേക്ക് പലരും ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. റൈറ്റ്. ഡോക്ടർ മുജീബ്, MES സംസ്ഥാന സെക്രട്ടറി, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു മലപ്പുറത്ത്. ഡോക്ടർ മുജീബ്, താങ്കൾ പറയേണ്ടത് സ്വാഭാവികമായും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി സർക്കാർ ധാരണയിലെത്തുന്നു, 3 വർഷത്തേക്കുള്ള കരാർ ഉണ്ടാക്കുന്നു. ആ കരാർ പ്രകാരം ഓരോ വർഷവും ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അവസരം നിലനിൽക്കുന്നുണ്ട്. ആ കരാറിലെ ധാരണകൾ മാറ്റാനും കഴിയില്ല. അതേസമയം ഈ ഒരു ഘട്ടത്തിലാണ് MES ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സംഘടന ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന 6 മാനേജ്മെന്റുകൾ ഇതുവരെ തുടർന്ന രീതികൾ മാറ്റി സർക്കാരിന്റെ 50-50 എന്ന അനുപാതം വേണ്ട ഇനി മുതൽ എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതിലൊരു പരിധിവരെ ന്യായമുണ്ടെന്ന് പറയാം. പക്ഷേ നിങ്ങളും ചെയ്യുന്നത് ന്യൂനപക്ഷ പദവി നിങ്ങളും ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം വളരെ വ്യാപകമാണ്. നിങ്ങളും സീറ്റുകൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ള മൈനോറിറ്റി സ്റ്റാറ്റസ്, ന്യൂനപക്ഷ പദവിയെ നിങ്ങൾ പണം ഉണ്ടാക്കാനുള്ള മാർഗമായി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്ന വിമർശനം ശക്തമാണ്. നമ്മളിത് വളരെ ശക്തമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ നേരത്തെ ഓബ്ദുറഹ്മാൻ സാഹിബ് സൂചിച്ച പോലെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ കൃത്യമായിട്ട് 50% സീറ്റ് പാവപ്പെട്ടവർക്ക് മെറിറ്റോറിയസ് ആയിട്ട് നൽകിക്കൊണ്ട് തുടർന്ന് ഈ MES മെഡിക്കൽ കോളേജ് ആരംഭിച്ച വർഷം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വന്നു? ഞങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ന്യൂനപക്ഷ അവകാശം ദുരുപയോഗം ചെലുത്താനായിരുന്നെങ്കിൽ ഈ 10 വർഷം ഞങ്ങളത് ചെയ്യുമായിരുന്നില്ലല്ലോ. അന്നും ഞങ്ങൾക്ക് അവകാശമുണ്ട്. 100% സീറ്റിലും ഉയർന്ന ഫീസ് വാങ്ങിച്ച് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുവാനുള്ള അവകാശം, ന്യൂനപക്ഷ അവകാശം മാറ്റിവെച്ചുകൊണ്ട് സാമൂഹ്യനീതി തുടരണമെന്ന ആവശ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് കഴിഞ്ഞ 10 വർഷം. അത് സർക്കാർ ഒരു സ്റ്റാമ്പ് കഴിഞ്ഞ വർഷം കൊടുത്തു. ഇതുവരെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാറി നിന്ന് ഇതിനോട് ഭാഗപക്ഷമായിട്ടില്ലെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക ഭാഷ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് ഒരു സ്റ്റാമ്പ് കൊടുത്തുകൊണ്ട് അവരെ എല്ലാ സീറ്റിലും ഒരേ ഫീസ് വാങ്ങിക്കുവാൻ അനുവദിക്കുകയും മറ്റ് സാമൂഹ്യ ബാധ്യത, സാമൂഹ്യ നീതി, പാവപ്പെട്ടവരെ പഠിപ്പിക്കേണ്ട കടമ അത് ഞങ്ങൾക്ക് മാത്രമാണെന്ന് വരുന്നതിനാണ് ഞങ്ങൾ തെറ്റ് പറയുന്നത്. ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാവരെയും, ഞങ്ങൾ പറയുന്നത് 50% ഫീസിൽ കുറഞ്ഞ 50% സീറ്റിൽ കുറഞ്ഞ ഫീസിൽ കുട്ടികൾ പഠിക്കണം. അത് എല്ലാവരെയും അതിലോട്ട് കൊണ്ടുവരണം. സർക്കാർ അതിന് ശ്രമിക്കണം. കാരണം ഇപ്പൊ ഇതുപോലെ ഓരോരുത്തരായി മാറിക്കൊണ്ടിരിക്കും. വെറും MES വിചാരിച്ചാൽ വെറും 50 കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയൂ. പക്ഷേ ഗവൺമെന്റ് വിചാരിച്ചാൽ 22 മെഡിക്കൽ കോളേജിലെ 50% സീറ്റിൽ 1100 പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത് തുറന്നു കാണിക്കുവാനുള്ള ഒരു സന്ദർഭമായിക്കോട്ടാണ് MES ഈ കരാറിനെ കാണുകയും ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഇത്തരം ഒരു വേദി ഉണ്ടാക്കിയത് ഞങ്ങൾ പിന്നോട്ട് പോകുകയാണ്. ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള കരാർ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി, ഇന്റർ ചർച്ച് കൗൺസിലുമായി സർക്കാർ ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള കരാറിലെ അപാകതകൾ മനസ്സിലാക്കാം. അതിനു മുൻപ് തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ അവരുടെ സ്വന്തം നിലയ്ക്ക്, അതായത് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട് എന്ന പേരിൽ അത് ചാലഞ്ച് ചെയ്യപ്പെടില്ല കോടതികളിൽ എന്ന ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വന്തം നിലയ്ക്ക് തന്നെ ഫീസ് നിശ്ചയിക്കുകയും സ്വാഭാവികമായി അവർ പ്രവേശന നടപടികൾ അവരുടെ രീതിയിൽ പ്രവേശന നടപടികൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് 50-50 എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി, ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ആവശ്യം എന്തുകൊണ്ടാണ് അംഗീകരിക്കപ്പെട്ടത്? അത് വളരെ ദുരൂഹമാണ്. കാരണം മുസ്ലിം മാനേജ്മെന്റുകൾ ഒരിക്കലും ചർച്ചയ്ക്ക് തയ്യാറില്ലെന്നോ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോവുകയാണെന്നോ പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് എന്തുകൊണ്ട് സീരിയസ് ആയ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല എന്ന ഒരു പ്രശ്നം. പക്ഷേ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന അവിടെ നിന്നല്ല. ആന്റണി ഗവൺമെന്റ് 50-50 ഫോർമുല കൊണ്ടുവന്നപ്പോൾ തന്നെ അതിന് രേഖാപരമായ ഒരു പിൻബലവും ഉണ്ടായിരുന്നില്ല, വെറും വാക്കാലായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ പോയി. അതുകൊണ്ടാണ് സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് സ്വാശ്രയ മാനേജ്മെന്റുകൾ ഇഷ്ടം പോലെ ആളുകളെ സ്വീകരിക്കാനുള്ള അവസരം ഒരുങ്ങിയതെന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്, മൈനോറിറ്റി സ്റ്റാറ്റസ് അനുവദിക്കുമ്പോൾ അത് എന്തിന്റെ പേരിൽ എന്ന കാര്യം വ്യക്തമാവേണ്ടതായിരുന്നു. മൈനോറിറ്റി സ്റ്റാറ്റസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയോട്, ഏത് കമ്മ്യൂണിറ്റിയോടാണോ ഈ സ്ഥാപനത്തിന് ചുമതല, അവർക്ക് പ്രതിബദ്ധത ഉണ്ടാവണമല്ലോ.
അങ്ങനെയൊന്നുമില്ലാതെ സാങ്കേതികമായി മാത്രം ഈ സ്റ്റാറ്റസിന്റെ നിബന്ധനകൾ പൂർത്തീകരിച്ച് ഇങ്ങനെ ഒരു പദവി നേടിയെടുക്കുക. എന്നിട്ട് പിന്നീട് തങ്ങളുടെ എല്ലാ നിരുത്തരവാദമായ ചലനങ്ങൾക്കും ഇതൊരു ന്യായമാക്കി കൊണ്ടുവരുന്നു. അതൊരിക്കലും അനുവദിക്കാൻ പാടുണ്ടായിരുന്നില്ല. വളരെ വ്യക്തമായ വ്യവസ്ഥകളുടെയും ഉപാധികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ മൈനോറിറ്റി സ്റ്റാറ്റസ് ഓരോ സ്ഥാപനത്തിനും അനുവദിക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അത് അനുവദിച്ചില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാമത്തെ പ്രശ്നമാണ്. ഈ നമ്മൾ പറയുന്ന 50-50 എന്ന അനുപാതം, അതായത് ഈ ക്രോസ് സബ്സിഡി സംവിധാനം, അത് സ്വാഭാവികമായി കോടതികളിൽ എത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒന്നല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ ആധികാരികമായ നിയമത്തിന്റെ പിൻബലമുള്ള ഒരു രേഖ ആന്റണിയുടെ ഈ ആശയത്തിന് പിന്നിലുണ്ടായില്ല. അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെട്ടതും പിന്നീട് സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവേശനം നടത്താവുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വഴിമാറിപ്പോയതും. അതെ, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പിന്നീടും അത് തിരുത്താനുള്ള നടപടികളല്ല കാണുന്നത്. കോടതിയിൽ പോയിട്ട് വിധി സമ്പാദിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ആ വഴിക്ക് പോകുമ്പോൾ അത് തിരുത്താനുള്ള വളരെ ഗൗരവപൂർവമായ നീക്കങ്ങൾ ഇടത് ഗവൺമെന്റിന്റെ കാലത്തും ഉണ്ടായില്ല, ഇപ്പോൾ UDF ഗവൺമെന്റിന്റെ കാലത്തും ഉണ്ടായില്ല എന്നുള്ള ഒരു സീരിയസ് മിസ്റ്റേക്കാണ്. അതേ അവസരത്തിൽ ഇനിയും അത് പ്രശ്നം പരിഹരിക്കാനും വീണ്ടെടുക്കാനുമുള്ള സമയമുണ്ട് എന്നാണ് വിശ്വസിക്കേണ്ടത്. അതായത് വളരെ കർശനമായ ഉപാധികളോട് കൂടി മാത്രമേ മൈനോറിറ്റി സ്റ്റാറ്റസ് സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം അനുവദിച്ചു കഴിഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇക്കാര്യത്തിലുള്ള സംശയം, ഏത് തരത്തിലുള്ള ഒരു നിയന്ത്രണമാണ് സർക്കാർക്ക് ഇവരുടെ മേൽ ചുമത്താൻ കഴിയുക? ഇവരുടെ മേൽ ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് കൊണ്ടുവരാൻ കഴിയുക നിയമപരമായി? ഉദാഹരണത്തിന് മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന ആനുകൂല്യം ഇവർക്കുള്ളിടത്തോളം കാലം സ്വാഭാവികമായി ഇവർക്ക് ഫീസും പ്രവേശനവും സ്വയം നിശ്ചയിക്കാനുള്ള അധികാരം ഇവരിൽ നിക്ഷിപ്തമല്ലേ? സർക്കാർ ഇത്തരം ഒരു കരാർ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും കാര്യമായ മാറ്റമില്ലാതെ അവർ ഈ വഴിക്ക് തന്നെയല്ലേ നീങ്ങുക? അവിടെയാണ് പറയുന്നത് മൈനോറിറ്റി സ്റ്റാറ്റസ് അനുവദിക്കുന്നിടത്താണ് പ്രശ്നമെന്ന്. അതായത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയാണ് അവർക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് അനുവദിക്കുന്നത്. അവിടെ തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. തീർച്ചയായും ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനാനുസൃതമാണ്. അത് പക്ഷേ അനുവദിക്കുമ്പോൾ അതിന്റെ വ്യവസ്ഥ ഭരണഘടനയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളണം. ആ സ്പിരിറ്റ് എന്താണ്? ബന്ധപ്പെട്ട സമുദായത്തിലെ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് പരിരക്ഷ ലഭിക്കുക എന്നുള്ളതാണ്. ഇത് കച്ചവടം ചെയ്യലാണല്ലോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന ഒരിക്കലും തന്നെ ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും മതപരവും മറ്റൊക്കെയായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ കച്ചവടത്തിന് വേണ്ടിയല്ല. അപ്പോൾ അത് വ്യവസ്ഥ ഉറപ്പാക്കിയിരുന്നെങ്കിൽ, അത്തരത്തിലുള്ള മാനേജ്മെന്റുകൾക്ക് അനുവദിക്കൂ എന്ന് ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുര്യോഗം വരില്ല. ഇനി അതിന് അങ്ങനെയൊക്കെ ഉണ്ടായി സംഘടിപ്പിക്കുക. എന്നാൽ വീണ്ടും ആ വിഷയത്തിൽ ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുകയും കർശനമായ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ റദ്ദാക്കുമെന്ന ഒരു ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നെങ്കിൽ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. ആരും ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ജോർജ് പോൾ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ഡോക്ടർ ജോർജ് പോൾ, രണ്ട് തരത്തിലുള്ള ആരോപണങ്ങൾ ക്രിസ്ത്യൻ സ്വാശ്രയ മാനേജ്മെന്റുകൾ നേരിടുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ച സ്വാശ്രയത്തിലെ അടിസ്ഥാന തത്വമായ 50-50 എന്ന സർക്കാർ അനുപാതത്തെ, സർക്കാർ തത്വത്തെ നിങ്ങൾ അട്ടിമറിച്ചു. രണ്ട്, ന്യൂനപക്ഷ പദവി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. രണ്ട് ആരോപണങ്ങൾ നിങ്ങൾക്ക് മുകളിലുണ്ട്. ഇപ്പോൾ സർക്കാർ നിങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള, ഇന്റർ ചർച്ച് കൗൺസിലുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അടുത്ത 3 വർഷത്തേക്ക് ക്രമാനുഗതമായി ഫീസ് വർദ്ധിപ്പിക്കാം എന്നുള്ള റൈറ്റ് നിങ്ങൾക്ക് തന്നുകൊണ്ടുള്ള കരാർ, സ്വാഭാവികമായി ഈ കഴിഞ്ഞ 10-12 കൊല്ലം സർക്കാരിന്റെ 50-50 അനുപാതം പാലിച്ചു വന്ന മറ്റ് ഇതര മാനേജ്മെന്റുകളെ സംബന്ധിച്ച് അവരെ വലിയ വിവേചനത്തിനിടയാക്കുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ ജോർജ് പോൾ, ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ മുകളിൽ ചാരി അവരുടെ ഡിഫോൾട്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഞങ്ങൾ 50-50 എന്ന അനുവാദം തുടർന്ന് പോയിരുന്നെങ്കിൽ ഇതേ കുടുക്കിൽ ഞങ്ങളും പെടുമായിരുന്നു. അതാണ് വസ്തുത. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് മെറിറ്റ് ബേസ്ഡ് അല്ലാതെ ഹയർ എഡ്യൂക്കേഷനിൽ അഡ്മിഷൻ നടത്താൻ പാടില്ല. ഞങ്ങൾ 100% ഓൺലൈനായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ നടത്തുമ്പോൾ ഈ 50% ഫ്രീഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോ ഫീസ് കൊടുത്താൽ, അവിടെ ഉണ്ടാകുന്ന ഡെഫിസിറ്റ് അടുത്ത 50% ലോ ചെയ്യുമ്പോൾ അത് 6, 7, 8 ലക്ഷമായിട്ട് മാറുന്നു. അങ്ങനെ 6, 7, 8 ലക്ഷമായിട്ട് മാറുമ്പോൾ അവിടെ മെറിറ്റ് കോംപ്രമൈസ് ചെയ്യാതെ ഒരു കാരണവശാലും അവിടെ ഫീസ് കൊടുക്കത്തവണ്ണം ആ ഫീസ് അഫോർഡ് ചെയ്യാവുന്ന സ്റ്റുഡൻസിനെ കിട്ടാതെ വരുന്നു. ഇതാണ് ഇവിടെ സാമൂഹ്യനീതിയെ പറ്റി ഒരു കൂട്ടർ പറയുന്നു. ഈ സാമൂഹ്യനീതിയുടെ പേരില് മറ്റേ 50% അമിതമായ ക്യാപിറ്റേഷൻ വാങ്ങിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ 50-50 എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ 50-50 എഗ്രി ചെയ്തില്ല എന്നുള്ളതിനുള്ള ആൻസർ, 50-50
സുപ്രീം കോടതി ശരിയല്ല, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അതാ കോടതി വിധി വരുന്നത് അതിനുശേഷമാണ്. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തില് കോടതി വിധിയെ മാനിക്കണോ അതോ ഗവൺമെന്റ് പറയുന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യണോ? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 50% അല്ല 100% ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ഗവൺമെന്റ് പറയാം. അത് ഗവൺമെന്റ് സാമൂഹ്യനീതിയുടെ ഭാഗമായിട്ട് പറയാം. പക്ഷെ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ജോർജ് പോൾ, ഒരൊറ്റ സംശയം. ഡോക്ടർ ജോർജ് പോൾ, മൈനോറിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്കുണ്ടല്ലോ. ഈ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭരണഘടനാപരമായി തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ന്യൂനപക്ഷ പദവി നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പണം വാങ്ങി സമ്പന്നർക്ക് മാത്രം സ്വാശ്രയ പ്രവേശനം നൽകി അവരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആക്കാം എന്നതാണോ ന്യൂനപക്ഷ പദവി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു മനസ്സിലാക്കി തരാം. ഈ കോടതി വിധിയില് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ എന്നുള്ള വ്യത്യാസമില്ല ഈ അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം. അത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൈനോറിറ്റി സ്റ്റാറ്റസ് ഞങ്ങൾക്ക് തന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലും ലെറ്റർ ആൻഡ് സ്പിരിറ്റില് ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം മൈനോറിറ്റിക്ക് വേണ്ടി സർട്ടൻ സീറ്റ്സ് റിസർവ് ചെയ്യുന്നു. അതുപോലെ 10% ഞങ്ങൾക്ക് കിട്ടുന്ന 4 ലക്ഷം രൂപയുടെ ഫീസില് 10% ഞങ്ങള് പാവപ്പെട്ട 10 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ഞങ്ങളല്ല കൊടുക്കുന്നത്. ഞങ്ങൾ 10%, അതായത് 4 ലക്ഷം രൂപയിൽ 40,000 രൂപ ഒരു സ്റ്റുഡന്റിന് കിട്ടുന്ന 40,000 രൂപ ഞങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കും. അതായത് 40 ലക്ഷം രൂപ 100 സീറ്റില് 40 ലക്ഷം രൂപ ഗവൺമെന്റിന് ഒരു സ്കോളർഷിപ്പ് പോലെ കൊടുത്തിട്ട് അത് ഗവൺമെന്റ് അർഹരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ, അതിനകത്ത് മൈനോറിറ്റി സ്റ്റുഡൻസും കാണും, നോൺ മൈനോറിറ്റിയും ഉണ്ടാകും ഒരു സർട്ടൻ പെർസെന്റേജിൽ. അങ്ങനെ അവർക്ക് കൊടുക്കുന്നു. അതനുസരിച്ച് അവർ പഠിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റിക്ക് വേണ്ട എല്ലാ പ്രയോറിറ്റിയും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അഡ്മിഷൻ. ഞങ്ങളുടെ വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് വീരാൻകുട്ടി, എങ്ങനെയാണ് ന്യൂനപക്ഷ പദവി ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റുകൾ ദുരുപയോഗം ചെയ്യുന്നത്? ഭരണഘടന ന്യൂനപക്ഷ പദവി നൽകാൻ തന്നെയുള്ള കാരണം ഒരു വലിയ സമൂഹം വളരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുമ്പോൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ഈ ന്യൂനപക്ഷ പദവി നൽകിക്കൊണ്ട് ഭരണഘടനയിൽ തന്നെ ഒരു വകുപ്പുണ്ടാക്കിയത്. ഇത് ഉപയോഗിച്ച്, ഈ അവസരം ഉപയോഗിച്ച് പണം ആർജിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില മാനേജ്മെന്റുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഇവിടെ ഈ അഡ്മിഷൻ രംഗത്തൊക്കെ കാണുന്ന ക്രമക്കേടുകള്. അതിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റും മുസ്ലിം മാനേജ്മെന്റും ഉണ്ട്. മതവിഭാഗത്തെ കുറിച്ചെല്ലാം പറയുന്നത് രണ്ടു ന്യൂനപക്ഷങ്ങളാണ്. ഈ 2 ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടന നൽകുന്നത് ഏതാണ്ട് തുല്യമായ അവകാശമാണ്. ഈ പദവി ആർജിച്ചതിന് ശേഷം എന്തുമാവാം എന്നൊരു ധാരണ ഈ മാനേജ്മെന്റുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. അത് നിയന്ത്രിച്ചേ പറ്റൂ. അതിന് ചില കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അഡ്വക്കേറ്റ് വീരാൻകുട്ടി, ഇവിടെ നമ്മളോടൊപ്പം ഡോക്ടർ മുജീബ് MESനെ പ്രതിനിധീകരിച്ചും ഡോക്ടർ ജോർജ് പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ പ്രതിനിധീകരിച്ചും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരും പറയുന്നത് ഒരേപോലെ, ന്യൂനപക്ഷ പദവി അതിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ വളരെ ട്രാൻസ്പെറന്റ് ആയി പ്രവേശനത്തിന്റെ കാര്യത്തിൽ പാലിക്കുന്നുണ്ട് ഈ മാനേജ്മെന്റുകൾ എന്നാണ്. താങ്കൾ പറയുന്നു അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന്. പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മെറിറ്റ് നോക്കാതെ, യാതൊരു നോംസും പാലിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള കുട്ടികളെ പ്രവേശനം കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇത് സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ന്യൂനപക്ഷ കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. ആ പരാതികളുടെ സ്വഭാവം ഒന്ന് പറയൂ. ആ പരാതികളുടെ സ്വഭാവം എങ്ങനെയാണ്? ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾ ക്ലാസിക്ക് പഠിച്ച് റാങ്കിലെത്തിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറയാം, 1700 റാങ്കുള്ളവനെ എടുക്കാതെ 2800 റാങ്കുള്ളവനെ എടുക്കുന്നു. അപ്പോൾ റാങ്കല്ല നോക്കുന്നത്, വിദ്യാഭ്യാസ മികവല്ല നോക്കുന്നത്, സാമ്പത്തികമായ വ്യക്തമാണ് അവർ നോക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ജോർജ് പോൾ, താങ്കൾ ഇപ്പോൾ കേട്ടത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടിയുടെ ശബ്ദമാണ്. ഡോക്ടർ ജോർജ് പോൾ, എങ്ങനെയാണ് നിങ്ങൾ സുതാര്യമായി നടത്തുന്ന പ്രവേശന നടപടികളിൽ അർഹതപ്പെട്ടവർ പണമില്ലാത്തതിന്റെ പേരിൽ തഴയപ്പെടുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് അഡ്വക്കേറ്റ് വീരാൻകുട്ടി പറഞ്ഞത്.
അദ്ദേഹത്തിനും നിങ്ങൾക്കും വെരിഫൈ ചെയ്യാം ഞങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെയാണ് ഞങ്ങൾ ഈ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് അഡ്മിഷൻ കൊടുക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഓപ്പൺ മെറിറ്റില് ഞങ്ങളുടെ ഞങ്ങളുടെ അഡ്മിഷൻ തീർന്നു. 1-2 കോൺസിക്വൻഷ്യൽ വേക്കൻസീസ് മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. അതിന്റെ ലാസ്റ്റ് ഓപ്പൺ മെറിറ്റിൽ വന്നിരിക്കുന്ന കുട്ടി ഒരു ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയാണ്. അതിന്റെ മെറിറ്റ് 2114 നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇത് വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കാം. ഡോക്ടർ ജോർജ് പോൾ, സർക്കാരിന്റെ വ്യവസ്ഥകൾക്ക് നയത്തിന് വിരുദ്ധമായ വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി കരാർ ഉണ്ടാക്കിയത് മറ്റ് മാനേജ്മെന്റുകൾ കാണുന്നത് പോലെ അതിലൊരു വിവേചനമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് നിയമവിരുദ്ധമായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഒരു അഡ്മിഷൻ പ്രോസസ് നടത്താൻ തയ്യാറല്ല. ഗവൺമെന്റിന് പറയാം, പക്ഷെ അത് നിയമത്തിന്റെ ഉണ്ടോ, അതിന്റെ ബാക്കിംഗ് ഉണ്ടോ എന്നുള്ളത് ആദ്യം ഗവൺമെന്റ് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു കാര്യം പറയാനായിട്ട്. 50-50 എന്ന് ഞങ്ങളും എഗ്രി ചെയ്ത് അതനുസരിച്ച് അഡ്മിഷൻ നടത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ MES കുടുങ്ങിയ പോയ സ്ഥിതിയിലേക്ക് ഞങ്ങളും കുടുങ്ങും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കുറച്ചു കൊടുക്കുമ്പോൾ അത് മേക്കപ്പ് ചെയ്യുന്നത് മറ്റേ വിഭാഗത്തിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് മെറിറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 1700 അദ്ദേഹം പറഞ്ഞല്ലോ 1700 മെറിറ്റ് ലിസ്റ്റിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇത് ഈ അനീതി, ഇത് ഇമ്മോറലാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഒരു കാരണവശാലും. ഡോക്ടർ ജോർജ് പോൾ, അഡ്വക്കേറ്റ് വീരാൻകുട്ടി രണ്ടുപേരും ടെലിഫോൺ ലൈനിൽ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. TP അഷ്റഫ് അലി MSF സംസ്ഥാന പ്രസിഡന്റ്. അഷ്റഫ് അലി, MES നടത്തുന്ന സ്വാശ്രയ പ്രവേശന നടപടികളിൽ സുതാര്യതയുണ്ടോ? നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ? ഒരിക്കലുമില്ല. MES നടത്തുന്ന സ്വാശ്രയ പ്രവേശനത്തിൽ സുതാര്യതയില്ല എന്നുള്ളതിന് വളരെ കൃത്യമായ തെളിവുണ്ട്. 61 കുട്ടികളെ ജെയിംസ് കമ്മിറ്റി അയോഗ്യരായി കഴിഞ്ഞു. അതുമാത്രമല്ല, MESന്റെ പ്രതിനിധി ഇവിടെയുണ്ട്. MESന്റെ പ്രതിനിധി വ്യക്തമാക്കേണ്ടത് ഈ 3000-ന് താഴെ റാങ്കുള്ള കഴിഞ്ഞ വർഷം മെറിറ്റിൽ വരേണ്ടിയിരുന്ന ഇത്തരത്തിലുള്ള കുട്ടികളിൽ എത്ര പേർക്ക് MES 100 പേർക്ക് അഡ്മിഷൻ അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതിൽ കൊടുത്തു എന്നുള്ളവർ വ്യക്തമാക്കണം. ആർക്കും തന്നെ അവർക്ക് കൂടുതൽ കുട്ടികൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർക്കാരിന്റെ എൻട്രൻസ് മെഡിക്കൽ ഉൾപ്പെടെയുള്ള മുസ്ലിം മാനേജ്മെന്റ് ഉൾപ്പെടെ ന്യൂനപക്ഷ പദവിയുടെ അവരെല്ലാം സീറ്റ് വിൽപ്പന കച്ചവടം നടത്തുകയാണോ? MES അതുപോലെ തന്നെ 6 മെഡിക്കൽ കോളേജുകൾ ന്യൂനപക്ഷ പദവിയുടെ പേരിൽ 40 ലക്ഷം മുതൽ 75 ലക്ഷം വരെ വാങ്ങി വലിയ കച്ചവടം നടത്തുന്നു. ഇന്റർ ചർച്ച് കൗൺസിൽ അതേസമയം 4 ലക്ഷം വാങ്ങി 20 ലക്ഷം വരെ 5 വർഷം വാങ്ങി അവരും കച്ചവടം നടത്തുന്നു. രണ്ടുപേരും നടത്തുന്നത് ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇപ്പോഴിതാ 1682 റാങ്ക് മാത്രമേ MESൽ അവസാനം മുസ്ലിം കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ കാത്തിരിക്കുകയാണ്. 1,85,000 രൂപ ഫീസിൽ പഠിക്കാൻ വേണ്ടി അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടിയോട് ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും, അതല്ലെങ്കിൽ ഗഡുക്കളായി തരികയാണെങ്കിൽ എത്ര തരാൻ പറ്റും എന്ന് ചോദിച്ചു കച്ചവടം ഉറപ്പിക്കുന്ന സാഹചര്യമാണ് MES ഉണ്ടാക്കുന്നത്. MESന്റെ ഈ നയത്തെ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. MESയുടെ കൃത്യമായും പറയേണ്ടത് 3000-ന് താഴെ റാങ്കുള്ള എത്ര കുട്ടികൾ MESൽ നിലവിൽ MBBSന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. TP അഷ്റഫ് അലി എന്താണ് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല. www.mesams.com എന്ന വെബ്സൈറ്റ് അഷ്റഫ് അലി ഒന്ന് സന്ദർശിക്കുക. അതിൽ കൃത്യമായിട്ട് 600 കുട്ടികൾ റാങ്ക് പ്രകാരം എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 85 സീറ്റ്. ഈ 61 കുട്ടികളെ പുറത്താക്കിയ കാര്യം ജെയിംസ് കമ്മിറ്റി പുറത്താക്കിയ കാര്യമാണ് പറയുന്നത്. അത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതെന്താ അവർ പറഞ്ഞത് എന്താ, ഒരു കാലിക്കറ്റ് എഡീഷനിൽ ഒരു പത്രത്തിൽ പരസ്യം കൊടുത്ത് കുറച്ച് കുട്ടികൾ അതിന്ന് കംപ്ലീറ്റ്ലി റെഫ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും ഉണ്ട്. ഇവിടുത്തെ മാതൃഭൂമി പത്രങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എല്ലാ എഡീഷനുകളിലും പരസ്യം കൊടുത്ത് ഇവർ 85 സീറ്റിന് 600ഓളം അപ്ലിക്കേഷൻസ് വിളിച്ചു. അപ്ലൈ ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ റാങ്കും അവരുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി +2 മാർക്കും എടുത്ത് റാങ്ക് എടുത്തിട്ടുണ്ട്. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ഞങ്ങൾ 100 സീറ്റിൽ എങ്ങനെ 61 കുട്ടികളായതെന്നറിയോ? ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് നടത്തിയതിൽ 100 കുട്ടികളെ അലോട്ട് ചെയ്തു, അല്ലെങ്കിൽ 85 കുട്ടികളെ അലോട്ട് ചെയ്തു. അലോട്ട് ചെയ്തപ്പോൾ ഹയർ ഓപ്ഷൻ ആ കുട്ടികൾക്ക് വേറെ കോളേജുകളിൽ അടുത്ത അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിയപ്പോൾ ഇവിടുന്ന് TC വാങ്ങിച്ചവർ വേറെ കോളേജുകളിലോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ അത്രയും എത്ര വേക്കൻസി വന്നു അത്ര ഞങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് നടത്തി. ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ ബാക്കിയുള്ള കുട്ടികൾ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോഴാണ് ജെയിംസ് കമ്മിറ്റി ഈ ജെയിംസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് അവിടെ ഒരു ജെയിംസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഗവൺമെന്റ് സെക്രട്ടറിമാരാണ്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ഒരു യോഗത്തിന് ശേഷം പറഞ്ഞു കരാർ ഒപ്പിടാത്ത മെഡിക്കൽ കോളേജുകളെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും. പിറ്റേ ദിവസം ജെയിംസ് കമ്മിറ്റി ഒരു യോഗം കൂടുന്നു.
ഒരൊറ്റ പത്രത്തിലെ പരസ്യം കൊടുത്തിട്ടുള്ളൂ എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ അഡ്മിഷനുകളും റദ്ദാക്കുന്നു. ഞങ്ങളത് ഹൈക്കോടതി പോയിട്ടുണ്ട്. നാളെ ദൈവാനുഗ്രഹത്താൽ നാളെ അതിന്റെ വിധി ഉണ്ടാകും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചെയ്യാം. അഷ്റഫ് അലിയോട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, എന്റെ കൊച്ചനുജൻ അഷ്റഫ് അലി മനസ്സിലാക്കണം, 61 സീറ്റിലും ഒരു കുട്ടിയെ പോലും അനർഹമായി പ്രവേശിപ്പിക്കപ്പെട്ടിട്ടില്ല. ലിസ്റ്റ് വെബ്സൈറ്റിലുണ്ട്. ആ കുട്ടികളും ഇവിടെ പ്രശ്നം, ഈ കംപ്ലൈന്റ് ചെയ്ത കുട്ടികൾ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തു? കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വെബ്സൈറ്റിൽ ചാനൽ ചർച്ച നടക്കുന്ന സമയത്ത് വെബ്സൈറ്റിൽ പോകാനൊന്നും ആർക്കും കഴിയില്ല. നിങ്ങൾ കൃത്യമായി പറയും, MESന്റെ ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി പറയും 3000-ൽ താഴെയുള്ള എത്ര കുട്ടികൾക്ക് നിങ്ങൾ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെ 61 ഉണ്ടായി എന്നുള്ളത്. 61 ഉണ്ടായി. നിങ്ങൾ ഇന്ന് 30 കുട്ടികൾ ഇവിടെ മറ്റു കോളേജുകളിലേക്ക് പോയി ഉയർന്ന ഫീസ് വാങ്ങി നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കുട്ടികൾ ഹയർ ഓപ്ഷനിലൂടെ അവർക്ക് കൂടുതൽ മാർക്ക് ഉള്ളത് കൊണ്ട് ഹയർ ഓപ്ഷനിലൂടെ മറ്റ് കോളേജ് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് അവർ കോളേജ് മാറിപ്പോയി. ഞാൻ ചോദിച്ചപ്പോൾ ചോദ്യത്തിന് നിങ്ങൾ പറയാതെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ MES വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, MES ഒരിക്കലും തന്നെ ഇങ്ങനെ പ്രവർത്തിക്കാനല്ല. ഇന്റർ ചർച്ച് കൗൺസിൽ, ഞാൻ പറയട്ടെ, ഇന്റർ ചർച്ച് കൗൺസിൽ 4 ലക്ഷം വാങ്ങുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ 40 ലക്ഷം വാങ്ങുമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാനല്ല MES ഉള്ളത്. അതിന് നിങ്ങൾ ന്യൂനപക്ഷ പദവിയെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ MESന്റെ കാലം കഴിയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പറയാൻ. ഇവിടെ പാവപ്പെട്ട കുട്ടികളുണ്ട് ഡോക്ടർ, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 3000-ൽ താഴെയുള്ള പാവപ്പെട്ട കുട്ടികൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നുകൊണ്ട്, നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നുകൊണ്ട്, നിങ്ങളുടെയൊക്കെ കോളേജിൽ വന്നുകൊണ്ട് ഇവിടെ കഴിഞ്ഞു പോകുന്ന പാവപ്പെട്ട കുട്ടികളുണ്ട്. ഇന്ന് ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റിംഗ് നടത്തിയല്ലോ, മുസ്ലിം സംഘടനകൾ മുഴുവൻ നിങ്ങൾ വിളിച്ചു നോക്കിയല്ലോ. അതിന്റെ പുറകിൽ ആ ഹൈസൺ ഹോട്ടലിന്റെ പുറകിൽ വന്നുകൊണ്ട് കരഞ്ഞു പോകുന്ന പാവപ്പെട്ട മുസ്ലിം കുട്ടികളെ കണ്ണീരിന് കഴിയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയല്ല വേണ്ടത്. ആ പാവപ്പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ നൽകാൻ വിജിൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. വിജിൻ, ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ വിവേചനമാണ്. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഇക്കഴിഞ്ഞ കാലം അത്രയും 50-50 എന്ന സർക്കാരിന്റെ നയം പാലിച്ചു വന്ന മുസ്ലിം മാനേജ്മെന്റുകൾ, ന്യൂനപക്ഷ പദവിയുള്ള മാനേജ്മെന്റുകൾ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഫീസ് നിശ്ചയിക്കുന്നതും പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകുന്നതും ഇതാദ്യമായിട്ടല്ല. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്താണ് പരസ്യമായി തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ അത്തരമൊരു നിലപാടെടുത്തിട്ടുള്ളത്. അന്ന് ഇടതുപക്ഷം ഭരിച്ചിരുന്നപ്പോഴും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി യാതൊരു നിയന്ത്രണവുമില്ലാതെ കൈമലർത്തുകയാണ് ഉണ്ടായത്. ഇവിടെ കേരളത്തിൽ ശാസ്ത്രീയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും കേരളത്തിനകത്ത് മെറിറ്റ് അട്ടിമറിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 50-50 എന്ന് പറയുന്നത് കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ നയമാണ്. അതുപോലും കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഇവിടെ 2 വിഭാഗങ്ങൾ അവരുടെ ന്യായങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ കൃത്യമായി മെറിറ്റ് പാലിക്കുന്നു എന്നാണ്. ഇവിടെ പൂർണ്ണമായും സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താ, ഇവിടെ ന്യൂനപക്ഷ പദവി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിനോട് ഞങ്ങൾക്ക് പണം കൂടുതൽ വേണം എന്ന് പറയുന്ന വിഭാഗം, അത് ആരും ആയിക്കോട്ടെ, അവരോട് ചോദിക്കാനുള്ളത് ഇവിടെ ന്യൂനപക്ഷ പദവിയിൽ അർഹരായ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്ന് പറയുന്ന ചോദ്യമാണ്. അവർ തയ്യാറാകുന്നില്ല. ഇവിടെ 50% ഇവിടെ മാനേജ്മെന്റ് സീറ്റാണ്. 50% മാനേജ്മെന്റ് സീറ്റ് മുൻവർഷങ്ങളിലും എടുത്ത് പരിശോധിച്ചാൽ 50% മാനേജ്മെന്റ് സീറ്റിൽ പോലും പണമുള്ളവൻ, അവിടെയും ന്യൂനപക്ഷത്തിന്റെ പരിഗണന ഒന്നും കൊടുക്കുന്നില്ല. പണമുണ്ടോ, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, അവർക്ക് ഇതാ ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാം. അത് തന്നെയാണ് 2 വിഭാഗവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിനകത്തെ ഗവൺമെന്റ് ഇവിടെ മാറി നിന്ന് കളി കാണുകയാണ്. ഇവിടെ 2 ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിൽ, ഇത് രണ്ടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗമായിക്കോട്ടെ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗമായിക്കോട്ടെ, 2 വിഭാഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ഈ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെറിറ്റുകൾ അട്ടിമറിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ 2 വിഭാഗങ്ങളും കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ ഗവൺമെന്റ് ഇവിടെ മാറി നിന്ന് കളി കാണുകയാണ്. ഈ 30-ാം തീയതി സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം 30-ാം തീയതി അഡ്മിഷൻ പൂർത്തീകരിക്കണം. 30-ാം തീയതി അഡ്മിഷൻ ഇന്ന് തീയതി 21 കേരളത്തിനകത്ത് 1656 റാങ്കുള്ള കുട്ടികൾ പോലും പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുകയാണ്. അവർ കേരളത്തിലെ ഗവൺമെന്റിനോടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഈ വിഷയത്തിനകത്ത് കൃത്യമായി ഇടപെടുന്നില്ല? ഇവിടെ ഡോക്ടർ ജോർജ് പോൾ പറഞ്ഞു, ന്യൂനപക്ഷ പദവിക്ക് അനുയോജ്യമായ രീതിയിൽ അതിന്റെ ആ പദവിക്ക് യോജിച്ച രീതിയിൽ അതിന് ലെറ്റർ ആൻഡ് സ്പിരിറ്റിലാണ് സുതാര്യമായാണ് പ്രവേശന നടപടികൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്നതെന്ന്.
അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു 50-50 എന്ന സർക്കാർ അനുപാതം കോടതി അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല 50-50 എന്ന സർക്കാർ അനുപാതം അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാനേജ്മെന്റ് സീറ്റുകളിൽ പ്രവേശനം നേടുന്നവർക്ക് ഓരോ വട്ടവും അധികമായി ഫീസ് ഈടാക്കേണ്ടി വരുന്ന, അവർക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് 50-50 എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഇതിൽ യുക്തി കാണുന്നുണ്ടോ താങ്കൾ? ഒരിക്കലും ഇത് നീതിപൂർവമാണെന്ന് പറയാൻ പറ്റില്ല തന്നെ. കാരണം AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ ഇത് ആരംഭിക്കുന്നത്. അന്നേരം സാക്ഷര മെഡിക്കൽ കോളേജിന് വേണ്ടി അപേക്ഷിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റുകളോ മുസ്ലിം മാനേജ്മെന്റുകളോ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് എന്തുകൊണ്ട് 50% ഞങ്ങൾ കൊടുത്തോളാന്ന് പറഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ അത് ഫ്ലാറ്റായി സമ്മതിച്ചു. 50% മെറിറ്റിലും ബാക്കി മാനേജ്മെന്റ് കോട്ടയിലും ഒന്ന് സമ്മതിച്ചു. പിന്നീട് പുറത്തു വന്നതിന് ശേഷം ഈ 50% നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ കോടതിയിൽ പോയാൽ അത് വഞ്ചനയല്ലേ? ഒന്ന്. രണ്ടാമത്, ഈ ഫീസ് അതാത് കാലത്ത് പുനഃപരിശോധിക്കാനും നിശ്ചയിക്കാനും വേണ്ടിയാണല്ലോ ആദ്യം ജസ്റ്റിസ് മുഹമ്മദ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇപ്പൊ ജെയിംസ് കമ്മിറ്റി ഉണ്ട്. അവരനങ്ങാതിരിക്കുകയല്ലോ. ഈ മാനേജ്മെന്റുകൾക്ക് ജെയിംസ് കമ്മിറ്റിയുമായി ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് ഈ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട ചെലവുകൾക്ക് ഇത്രയും ഫീസ് ചുമത്തണമെന്ന് അവർക്ക് ആവശ്യപ്പെടാം. ന്യായമായതാണെങ്കിൽ അത് ജെയിംസ് കമ്മിറ്റി അംഗീകരിക്കും. ഈ രണ്ട് വഴി വിട്ടുകൊണ്ട് മറ്റൊരു വഴി സ്വീകരിക്കുന്നത് എന്തിനാണ്? ഡോക്ടർ മുജീബ്, MES സംസ്ഥാന സെക്രട്ടറി. ഡോക്ടർ മുജീബ്, ഇവിടെ ക്രിസ്ത്യൻ ഇന്റർ ചർച്ച് കൗൺസിലുമായി സർക്കാർ ഒരു കരാറിലെത്തി. ആ കരാറിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നു സർക്കാർ വിവേചനം കാണിച്ചുവെന്ന്. സമാന സ്വഭാവമുള്ള ഒരു കരാറിൽ ഏർപ്പെടാൻ MES തയ്യാറാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞാൻ അതിന് ഉത്തരം പറയുന്നതിനോട് അഷ്റഫ് അലിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അഷ്റഫ് അലി നേരത്തെ എന്നോട് ചോദിച്ചു 3000 റാങ്കിന് താഴെയുള്ള എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന്. അത് ഞങ്ങൾക്ക് 61 കുട്ടികളെ ഇപ്പോൾ ഈ പുറത്താക്കിയതിൽ 51 കുട്ടികൾ 3000 റാങ്കിന് താഴെയുള്ളതാണ്. അതിന് താഴെ വരുന്ന കുട്ടികൾ SC STയും അതുപോലെ റിസർവേഷൻ സീറ്റിൽ വരുന്ന കുട്ടികൾ മാത്രമേ 3000 റാങ്കിന് താഴെ വരുന്ന കുട്ടികളുള്ളൂ. അത് പരിശോധിക്കാം. അതാണ് ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇത് കേരള സർക്കാരിന്റെ നയം എല്ലാ സീറ്റിലും ഒരു യൂണിഫോം ഫീസ് വാങ്ങിക്കാനാണെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ്. കേരള സർക്കാരിന്റെ നയം 50-50. ഒരു സർക്കാരിന് ഒരു നയം ഉണ്ടാകണം. അല്ലെങ്കിൽ കുറച്ച് കോളേജുകളുമായിട്ട് ഒരു കരാറ്, വേറെ കുറച്ച് കോളേജുകളുമായിട്ട് മറ്റൊരു കരാറ്. ഇത്തരം ഒരു നയത്തിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതേപോലെയുള്ള ഇതാണ് സർക്കാരിന് ഈ നാട്ടിലെ സർക്കാരിന്റെ നയം. എല്ലാ മെറിറ്റ് മാനേജ്മെന്റ് വിഭജനമായിക്കൊണ്ട് 4 ലക്ഷത്തിന് രൂപയോ 4.5 ലക്ഷം രൂപയാണ് ഫീസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എല്ലാ മറ്റു സ്വാശ്രയ സ്ഥാപനങ്ങൾ പോലെ. ഡോക്ടർ മുജീബ് പറയുന്നത് സർക്കാരിന്റെ നയമായ 50-50 എന്ന അനുപാതത്തിന് അടിസ്ഥാനത്തിലായിരിക്കണം സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ഉണ്ടാക്കേണ്ടുന്ന കരാർ എന്ന് പറഞ്ഞാൽ ഇന്റർ ചർച്ച് കൗൺസിലുമായി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്നർത്ഥം. അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ ഇന്റർ ചർച്ച് കൗൺസിൽ ചെയ്തതുപോലെ ഈ ക്രോസ് സബ്സിഡിക്കെതിരെ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. സ്വാഭാവികമായി അവർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കും കിട്ടും. ഞങ്ങൾക്കത് കിട്ടും. ഞങ്ങളത് ഈ ആനുകൂല്യം ഒഴിവാക്കിക്കൊണ്ടല്ലേ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തത്. ആ ആനുകൂല്യം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ്. കാരണം ആ ആനുകൂല്യം കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം നമ്മൾക്ക് മുഴുവൻ ക്രോസ് സബ്സിഡി ഉണ്ടെങ്കിൽ മാത്രമേ കരാറുകൾ ആവശ്യമുള്ളൂ. ഈ കരാറുകൾ ഇപ്പൊ നേരത്തെ ജോർജ് പോൾ പറയുകയുണ്ടായി, ഈ കരാറുകൾ വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് അല്ലെങ്കിൽ വളരെ സുതാര്യമായിട്ട് അഡ്മിഷൻ നടത്താൻ പറ്റില്ലെന്ന്. കേരളത്തിൽ ഒഴിച്ച് മറ്റു മുഴുവൻ സംസ്ഥാനങ്ങളിലും കരാറുകളുണ്ട്. മെഡിക്കൽ കോളേജുമായി കരാറുകളാണ്. അപ്പൊ പറയുന്നത് ഈ ഇന്ത്യയിലെ ഈ 4 കോളേജുകൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ കോളേജും അഴിമതിക്കാരെന്നാണോ പറഞ്ഞു വരുന്നത്? ഇത് എല്ലാ സർക്കാരുകളും ഇങ്ങനെ ക്രോസ് സബ്സിഡി ഒഴിവാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി നിയമപരമായി നൽകിയ ഒരു പരിരക്ഷയാണിത്. ഈ ഇത്തരം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായ വ്യവസ്ഥകളിൽ ഏർപ്പെടുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി അവരുണ്ടാക്കിയ കരാർ. ആ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ വ്യവസ്ഥകളാണ് അതിലുള്ളത്. ഒന്ന്, ആ പ്രശ്നം നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? സർക്കാരിന്റെ 50-50 എന്ന അനുപാതത്തിലേക്ക് സ്വാശ്രയ കോളേജുകളെ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് നിയമപരമായ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ ആ നിലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് മുന്നിൽ ഇനി വഴികളുണ്ടോ? രണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെന്റുകളായാലും മുസ്ലിം മാനേജ്മെന്റുകളായാലും അതാത് സമുദായത്തിൽപ്പെട്ട ആർക്ക് വേണ്ടിയാണോ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോളേജുകൾ ഉള്ളത്, അതിൽ നന്നായി പഠിക്കുന്നവർ, നല്ല മെറിറ്റിൽ മുന്നിൽ വരുന്നവർ പണമില്ലാത്തതിന്റെ പേരിൽ, ദരിദ്രരായതിന്റെ പേരിൽ അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നതിന് തെളിവുകൾ പല സന്ദർഭങ്ങളിലായി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം എങ്ങനെ നമുക്ക് പരിഹരിക്കാം? ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി,
സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിന് ഒന്നാമത്തെ ഉത്തരവാദി. വളരെ വ്യക്തമാണ് ആ കാര്യം. ഈ 50-50 എന്ന് പറയുന്ന വ്യവസ്ഥ ആദ്യം മുതൽക്കേ കർക്കശമായി പാലിക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുകയും മാറി മാറി ഗവൺമെന്റുകൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ നയം തിരുത്തേണ്ടത്. രണ്ടാമത് പറയുന്ന കാര്യം, അതായത് ഫീസുമായി ബന്ധപ്പെട്ടതാണിത്. ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ജെയിംസ് കമ്മിറ്റി എന്നുള്ള ഈ ഫീസ് നിർണ്ണയിക്കാൻ വേണ്ടിയുള്ളതാ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ചെലവ് യഥാർത്ഥമായി മാനേജ്മെന്റുകൾ ബോധിപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫീസ് നിശ്ചയിക്കണം. അത് കൊടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകണം. പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് മാത്രം ജോലിയല്ല. മെരിറ്റ് ഉണ്ടാവുകയും എന്നാൽ സാമ്പത്തികമായി പഠിക്കാൻ സാധ്യമല്ലാതെ വരികയും ചെയ്യുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനുമാണ് സ്കോളർഷിപ്പുകൾ. അത് മാനേജ്മെന്റുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഗവൺമെന്റും ആ കാര്യത്തിൽ പങ്കാളിത്തം വഹിക്കണം. താങ്കൾ ആദ്യം പറഞ്ഞ നിർദ്ദേശം, അതായത് സർക്കാർ ഒരു നയം, ആ സർക്കാരിന്റെ നയം അനുസരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയണം. പക്ഷേ പ്രായോഗികമായി അതിന് ചില തടസ്സങ്ങളില്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ അവർ നിയമത്തിന്റെ പിൻബലത്തിലാണ് അവർ ഈ തരത്തിൽ നീങ്ങുന്നത്. ഇനിയിപ്പോൾ സർക്കാർ ഈ കരാറിന് തയ്യാറായില്ലെങ്കിൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് ഫീസ് നിശ്ചയിച്ച് പ്രവേശനം നടത്താൻ ഇപ്പോഴവർക്ക് അധികാരമുണ്ട്. ആ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നേരിടും? ആ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, അത് ഗവൺമെന്റിന്റെ അങ്ങേയറ്റത്തെ അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ കഴിവുകേടോ കൊണ്ടോ സംഭവിച്ചതാണ്. ഇനിയും തീർച്ചയായും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതായത് ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ആശയമോ സഹകരണമോ ഇല്ലാതെ ഒരൊറ്റ സ്ഥാപനത്തിനും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഞങ്ങൾ സഹായിക്കണമെങ്കിൽ ഗവൺമെന്റ് കാര്യത്തിൽ നിന്ന്, ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹകരണമോ സഹായമോ നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്ന് പറയണം. എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ഉപയോഗിക്കുകയും ബാക്കി വ്യവസ്ഥ ഒന്നും ഞങ്ങൾ പാലിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ധിക്കാരമല്ലേ? അതിന് ഗവൺമെന്റ് വഴങ്ങണം. കോൺഗ്രസിലെ ജോസഫ് വാഴക്കൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, 50-50 എന്ന അനുപാതമാണ് സ്വാശ്രയ വിഷയത്തിലെ പൊതുതത്വം. AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അംഗീകരിക്കപ്പെട്ടിരുന്ന തത്വം. ഈ അടിസ്ഥാന തത്വത്തെ അട്ടിമറിക്കാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കൊപ്പം അരികു നിന്നത് എന്തിന് നിങ്ങളുടെ സർക്കാർ? ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് സുപ്രീം കോടതി ക്രോസ് സബ്സിഡി പാടില്ല എന്നുള്ള ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയുടെ പിൻബലത്തിൽ അവര് അതിനനുസരിച്ചൊരു ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവരുണ്ടാക്കി. അതിന് കോടതിയുടെ അനുമതി കിട്ടി. അവരതനുസരിച്ച് അഡ്മിഷനുമായിട്ട് അവർ മുന്നോട്ട് പോയി. അതാണ് ആ കാര്യത്തിലുണ്ടായിട്ടുള്ള ഒരു ശക്തി. പക്ഷേ അവർ ഒരു കാരണവശാലും ഗവൺമെന്റിന് അന്നത്തെ കാലത്ത് ഒരു സീറ്റും കൊടുക്കാതെ സുപ്രീം കോടതി വിധിയുടെ ബലത്തിൽ അതിന്റെ നിർദ്ദേശമനുസരിച്ച് അവരെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞു 50% തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരേ ഫീസ് ആയിരിക്കണമെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപ ഫീസ്, എല്ലാവർക്കും 4 ലക്ഷം രൂപ. 40,000 രൂപ, 4 ലക്ഷത്തിൽ 40,000 രൂപ അവർ തിരിച്ചു കൊടുക്കും സ്കോളർഷിപ്പ് കൊടുക്കാൻ. 100 കുട്ടികളുണ്ട് എങ്കിൽ അവര് 40 ലക്ഷം രൂപ അവർ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സ്കോളർഷിപ്പുകൾ കൊടുത്തുകൊണ്ടാണ് ആ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിത് വേറെ ഒരു സമുദായത്തിന് വേണ്ടി സംസാരിക്കുകയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് 4 ലക്ഷം രൂപ കൊടുക്കുകയും അത് 40,000 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്ത് 3,60,000 രൂപയാണ് അവര് ഒരു വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുന്നത്. അതിന് പുറത്ത് ഒരു നയാ പൈസയെങ്കിലും അവർ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കോളേജുകൾ അടച്ചു പൂട്ടിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു സംശയം ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു സംശയം. ഈ സമാന സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇതേ വ്യവസ്ഥകളുള്ള കരാർ മറുഭാഗത്തുള്ള ന്യൂനപക്ഷ മാനേജ്മെന്റുകൾ, മുസ്ലിം മാനേജ്മെന്റുകളുമായി സർക്കാരിന് ഏർപ്പെട്ടുകൂടെ? ഞാൻ പറയുന്നത് ഏർപ്പെടണം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവര് ഉറപ്പു നൽകണം. ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് 4 കോളേജുകളോടൊപ്പം കാരക്കോണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന CSI ക്രിസ്ത്യൻ മാനേജ്മെന്റും ഇതിനോടൊപ്പം ചേർന്നിരുന്നു. പക്ഷെ അവർ ഒരു വർഷം 2013 ഈ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ അതേ മാനദണ്ഡം അനുസരിച്ച് അവർ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്തിരുന്നു, ഫീസ് വാങ്ങിയിരുന്നു എങ്കിൽ പിന്നത്തെ വർഷം അവർ അതിൽ നിന്ന് പുറകോട്ട് പോയി. കാരണം ഇന്റർ ചർച്ച് കൗൺസിലിന്റെ 4 ലക്ഷം വെച്ച് വരുമ്പോൾ 4,65,00,000 രൂപ മാത്രമാണ് മാനേജ്മെന്റിന് കിട്ടുന്നത് എങ്കിൽ അതിനോടൊപ്പം തന്നെ ഗവൺമെന്റുമായി നേരത്തെ ഒപ്പുവെച്ചിട്ടുള്ള മറ്റ് മാനേജ്മെന്റുകൾക്ക്
5,50,00,000 രൂപ കിട്ടും. അപ്പോൾ 65 ലക്ഷം രൂപയുടെ കുറവ് വരുമെന്ന് കണ്ടതുകൊണ്ട് കാരക്കോണം ആദ്യമേ ഒപ്പുവെച്ചതായിരുന്നു. അവര് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അതേ പാറ്റേണിൽ വന്നതിന് ശേഷം തിരിച്ചു വീണ്ടും പഴയതിലേക്ക് പോയി. ഇവിടെ MES ഉൾപ്പെടെ മറ്റ് അതേസമയം അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് അത് മുസ്ലിം മാനേജ്മെന്റാണ്. അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ഗവൺമെന്റുമായി എഗ്രിമെന്റ് വെക്കാൻ തയ്യാറാകുകയും ചെയ്തു. മറ്റ് ചില മാനേജ്മെന്റുകൾ അതിന് തയ്യാറായിട്ടില്ല. കാരണം തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവര് നേരത്തെ ഗവൺമെന്റുമായി എഗ്രിമെന്റ് വെച്ചിരുന്ന അവര് നേരെ പിന്നോട്ട് പോയി മുഴുവൻ സീറ്റുകളും ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. എനിക്കിതിനകത്ത് ഒരു കാര്യം മാത്രമാണ് അവരുടെ മുമ്പിൽ വെക്കാനുള്ള അവസ്ഥ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ അതേ രീതിയിൽ നിങ്ങൾ ഗവൺമെന്റ് അനുവദിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 50% ഗവൺമെന്റിന് കൊടുക്കുകയും മറ്റ് 50%-ൽ 20% കേരള ഗവൺമെന്റിന്റെ എൻട്രൻസ് ടെസ്റ്റിൽ നിന്നും പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ 4 ലക്ഷത്തിനപ്പുറത്ത് ഒരു നയാ പൈസ പോലും വാങ്ങാതെ നടത്തുമ്പോൾ ഇവിടെ ഗവൺമെന്റുമായി ഒപ്പുവെച്ചവരും ഒപ്പുവെക്കാത്തവരുമായിട്ടുള്ള ഒരു പറ്റം മാനേജ്മെന്റുകൾ ഈ 4 ലക്ഷം ഫീസിന് പകരം പാക്കേജാണ് അവർക്ക്. ആ പാക്കേജ് എന്ന് പറഞ്ഞാൽ 8.5 ലക്ഷം വെച്ചുകൊണ്ട് 40 ലക്ഷം ഒന്നിച്ചു വാങ്ങിക്കുന്നു. അതിനോടൊപ്പം ക്യാപിറ്റേഷൻ ഫീയും കൂടെ കൂട്ടി 70 ലക്ഷം 80 ലക്ഷം 90 ലക്ഷം 1 കോടി രൂപ വരെ കാശ് വാങ്ങിച്ചുകൊണ്ട് അഡ്മിഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എന്റെ അഭിപ്രായ വ്യത്യാസം. ഞാനൊന്ന് ഇടപെട്ടെ. ടി പി അഷ്റഫ് അലി, ഇവിടെ ഈ ശ്രീ ജോസഫ് വായക്കൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവരും കൂടെ ഇനി 4 ലക്ഷം എന്ന് പറയുന്ന ഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 1,80,000 എന്ന് പറയുന്ന സർക്കാരിന്റെ സ്വാശ്രയത്തിലെ മെറിറ്റ് ഫീസിൽ പഠിക്കാൻ ഏത് കുട്ടികളാണ് തിരയുന്നത്? അതുകൊണ്ട് ഒരിക്കലും തന്നെ എല്ലാവർക്കും 4 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു നിയമം കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ സർക്കാർ പറയുന്ന 50:50 എന്ന് പറയുന്ന ആ തത്വമോ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വാശ്രയ നയമോ അല്ല നടപ്പിലാക്കാൻ പോകുന്നത്. ഇവിടെ ജോസഫ് വായക്കൻ ഉൾപ്പെടെയുള്ള MLA-മാരും മന്ത്രിമാരും മന്ത്രിസഭയും ചെയ്യേണ്ടത് ഈ മാനേജ്മെന്റുകളായി മുസ്ലിം മാനേജ്മെന്റ് ന്യൂനപക്ഷ പദവി ഉപയോഗിക്കുന്ന മുസ്ലിം മാനേജ്മെന്റുകൾ ഉൾപ്പെടെ ചർച്ചയ്ക്ക് തയ്യാറാവണം. ചർച്ചയ്ക്ക് തയ്യാറായി അവരോട് 50% സർക്കാർ തന്ന് 1,80,000 രൂപയുടെ ഫീസിൽ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ അവസരം ഉണ്ടാക്കണം. അതിന് ആനുപാതികമായി സെപ്റ്റംബർ 30 ഡെഡ് ലൈൻ ആയുണ്ടെങ്കിൽ ആ ഡെഡ് ലൈൻ ഉയർത്തി കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലോ മറ്റോ സർക്കാർ അഫിഡവിറ്റ് പോവുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യണം. അങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കുകയല്ലാതെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അവസ്ഥയിലേക്ക് MES ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി കൊണ്ടുപോയി. അപ്പോൾ നിങ്ങളാരും ഈ കുട്ടികളെ ആരും നോക്കുന്നില്ലേ? കുട്ടികളെ നോക്കാൻ ഇവിടെ ആരുണ്ട്? മാനേജ്മെന്റിന്റെ ഫീസുകളാണോ പ്രധാനം? മാനേജ്മെന്റിന്റെ ഫീസുകളേക്കാൾ പ്രധാനം പാവപ്പെട്ട കുട്ടികൾ ഇവിടെ പഠിക്കാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഇത്തരം ആളുകളൊക്കെ സംസാരിക്കാൻ. നേരത്തെ മുജീബ് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ MES-ന്റെ സർക്കാരിന്റെ മെറിറ്റ് ലിസ്റ്റ് അത് +2ന്റെ മാർക്ക് MES-ന്റെ മാനേജ്മെന്റിന്റെ ഫോം കൂടി പൂരിപ്പിച്ച് നൽകുന്ന കുട്ടികൾക്കാണ് MES-ൽ സീറ്റ്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകുന്നത് ശരിയല്ല. വിജിൻ, ഈ പ്രശ്നത്തിന് ഇനി എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? സർക്കാരിന്റെ നിലപാടിൽ സൃഷ്ടിക്കുകയാണ് പറഞ്ഞതുപോലെ സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നയപ്രകാരമാണ് 1,80,000 ഫീസ്. 25,000 ആണ് ഗവൺമെന്റ് കോളേജുകളിലെ ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിലയിലേക്ക് മുഴുവൻ ഇത്തരം സ്വാശ്രയ മാനേജ്മെന്റുകളെയും കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളത്തിനകത്ത് ഗവൺമെന്റ് തയ്യാറാകണം. ഇവിടെ ഇത്തരം ന്യൂനപക്ഷ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളെ പൂർണ്ണമായും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ മാറും. ഗവൺമെന്റ് ഇതിൽ കൃത്യമായി ഇടപെടണം. കൃത്യമായി മെറിറ്റ് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ വേണം. 1,80,000 എന്ന് പറയുന്ന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള സ്വീകരിച്ചുള്ള ഫീസിൽ കേരളത്തിൽ മെറിറ്റ് പ്രകാരം സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾ പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും കേരളത്തിലെ ഗവൺമെന്റ് നടത്താൻ 50-50 എന്ന സർക്കാർ നയത്തിലേക്ക് സ്വാശ്രയ കോളേജുകളെ കൊണ്ടെത്തിക്കാൻ സർക്കാരിന് കഴിയുമോ? സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സർക്കാർ ഈ ദിശയിൽ നീങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ശ്രീ ഒ അബ്ദുറഹ്മാൻ, ഡോക്ടർ മുജീബ്, വിജിൻ, ടി പി അഷ്റഫ് അലി, അഡ്വക്കേറ്റ് വീരാൻകുട്ടി, ഡോക്ടർ ജോർജ് പോൾ, ഒപ്പം തന്നെ ജോസഫ് വാഴക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.